അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞയാഴ്ച മലയാള മനോരമയുടെ ഹോർത്തൂസ് വേദിയിൽ നിന്നാണ് സ്ത്രീ പള്ളി പ്രവേശനം എന്നൊരു ചർച്ച വീണ്ടും കേരളത്തിൽ സജീവമായത്. ഒരർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ സ്ത്രീ പള്ളിയിൽ പോകുന്ന ഒരു വിവാദ വിഷയം ഈ വഹാബികൾ കടന്നു വന്നതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരു ചർച്ച മാത്രമായിട്ടാണ് മനസ്സിലാകുന്നത്. ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു വിവാദങ്ങളോ ചർച്ചകളോ ഇല്ല. ഏതായാലും ആ നിലവിൽ നടന്ന ആ ചർച്ചയെ ഒന്നിങ്ങനെ വീക്ഷിച്ചപ്പോൾ ചോദ്യകർത്താവ് താൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കാൻ ഇമോഷണലായിട്ട് ലോക്ക് ചെയ്ത് വളരെ തന്ത്രപരമായി ചോദിച്ചൊരു ചോദ്യമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സ്ത്രീ പള്ളിയിൽ പോകുന്നത് ആരൊക്കെയോ ഉണ്ടാക്കിയതാണ് എന്നൊരു വാക്ക് വന്നതോടുകൂടെ അതിനെ ഏറ്റുപിടിക്കാൻ ഇവിടെയുള്ള ലിബറലുകളും അതിന് മരുന്നിട്ട് കൊടുക്കാൻ വഹാബികളും സജീവമായിട്ട് രംഗത്തിറങ്ങി. പ്രാഥമികമായിട്ട് നമ്മളെല്ലാവരും ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് പള്ളിയിൽ പോവുക എന്നത് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ പുരുഷന്മാരോട് അങ്ങനെ കൽപ്പിക്കുന്നത് തന്നെ അതവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ പള്ളികളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര പുരുഷന്മാർ പള്ളിയിലേക്ക് വരാറുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അത്ര സുഖകരമായ ഒരു പണിയല്ല എന്നുള്ളത്. ജുമുഅക്ക് ഒരുപക്ഷെ 90% ആളുകൾ വന്നേക്കാം. അതേ സമയത്ത് അല്ലാത്ത ജമാഅത്തുകളൊക്കെ എത്ര ആളുകൾ നമ്മുടെ പള്ളിയിലേക്ക് വരാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. സ്ത്രീകൾക്ക് അങ്ങനെ പള്ളിയിൽ പോകൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഉത്തരവാദിത്തം ഉള്ളതുപോലെ സ്ത്രീകൾക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ലിബറലുകൾ എന്ത് പറയും? സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണ്, സ്ത്രീകൾക്കെതിരെ കർശനമായ നിയമങ്ങളാണ് ഇസ്ലാമിൽ എന്ന് പറഞ്ഞ് അത് ഒരു സ്ത്രീ വിരുദ്ധ നിയമമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കും. ഇപ്പോ സ്ത്രീകളെ സത്യത്തിൽ പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി നിർവഹിക്കുന്ന അതേ കൂലി സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ അവർക്ക് ആശ്വാസകരമാണ്. അവരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ശറഅ് കൂടുതൽ പരിഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ഏറ്റുപിടിക്കുന്നവരുടെ ലക്ഷ്യം മതപരമായ താല്പര്യമല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല, മറ്റെന്തൊക്കെയോ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാധന എന്നത് നമ്മുടെ ഈ ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ നമ്മൾ സമരം ചെയ്തു നേടുന്ന ഒരു അവകാശമല്ല. ഇത് ഗവൺമെന്റിനോട് സമരം ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന വിധത്തിലാണ് ചില ആളുകളൊക്കെ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക, സ്ത്രീകൾ പള്ളിയിലേക്ക് പോവുക എന്നതിനെ ചർച്ചയാക്കുന്നത്. അഥവാ ഒരുപക്ഷെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് സ്ത്രീകൾ പോവുക എന്ന അവരെ ആചാരപരമായ കാര്യങ്ങളെ പോലെ അങ്ങനെ ഒരു സ്ത്രീ പള്ളിയിൽ ചവിട്ടിയാൽ അവിടെ അയിത്തമായി എന്നൊരു ചർച്ചയൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് പൂർണ്ണമായിട്ടും വിധേയപ്പെടുക എന്നതാണ് ആരാധനയുടെ അടിസ്ഥാനം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അങ്ങനെ ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ഭാഷ്യം ചുരുക്കി പറഞ്ഞാൽ, ഖുർആനിൽ സൂറത്തു തൗബ അതേപോലെ തന്നെ സൂറത്തു നൂർ ഇതിലൊക്കെയുള്ള ആയത്തുകളിൽ പള്ളിയെ പറഞ്ഞിടത്തൊക്കെ ഫീഹി റിജാലുൻ ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് പറഞ്ഞിടത്ത് കാണാം ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു എന്ന് പറഞ്ഞ ആയത്ത്. ഇവിടെ റിജാൽ എന്ന് പറഞ്ഞു. സൂറത്തു നൂറില് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു എന്ന് തുടങ്ങുന്ന ആയത്ത് അതിൽ പറയുന്നത് കാണാം റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല. രണ്ടിടത്തും റിജാല് പുരുഷന്മാർ എന്നാണ് പള്ളിയെക്കുറിച്ച് പരാമർശിച്ചത്. ഇതിനെ മഹാന്മാരായ മുഫസ്സിറുകൾ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ നിരവധി തഫ്സീറുകളിൽ, ഒന്നിലധികം എന്നല്ല ഡസൻ കണക്കിന് തഫ്സീറുകളിൽ പറഞ്ഞത് എന്താണ്? അവിടെ റിജാലി എന്ന് പറയാനുള്ള കാരണം സ്ത്രീകൾ അതിന്റെ ഉത്തരവാദിത്വമുള്ളവരല്ല. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കാണാം ലമ്മാ ഖാല തആല റിജാലുൻ വഖസ്സഹും ബിദ്ദിക്രി ദല്ല അലാ അന്ന നിസാഅ ലാ ഹല്ല ലഹുന്ന ഫിൽ മസാജിദി ഇദ് ലാ ജുമുഅത അലൈഹിന്ന വലാ ജമാഅത വഅന്ന സ്വലാത്തഹുന്ന ഫീ ബുയൂതിഹിന്ന അഫ്ളലു. സമാനമായത് പദങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇമാം റാസി തങ്ങളുടെ തഫ്സീറിൽ കാണാം, നിരവധി കാണാം. തഫ്സീറുൽ ബഗവിയിൽ കാണാം, തഫ്സീറുൽ നൈസാബൂരി, തഫ്സീറുൽ ഖാസിൽ, നിരവധി തഫ്സീറുകളിൽ, ഒന്നും രണ്ടുമല്ല നിരവധി തഫ്സീറുകളിൽ ഈ ആയത്തിന് ഇങ്ങനെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഖുർആനിന്റെ ഒരു ഭാഷ്യം സ്ത്രീകൾ പള്ളിയിൽ, സ്ത്രീകളുടെ ഉത്തരവാദിത്തമല്ല പള്ളിയിൽ പോകൽ എന്ന്, അല്ലെങ്കിൽ അവിടെ ജുമുഅ ജമാഅത്തുകൾ പങ്കെടുക്കുക എന്നത് വ്യക്തമാണ്. ഹദീസിലും അങ്ങനെ തന്നെയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം 4 വിഭാഗം ആളുകൾക്ക് ജുമുഅ നിർബന്ധമില്ല. ഒന്ന് അടിമകൾക്ക്, സ്ത്രീ, കുട്ടി, രോഗി. അപ്പോൾ ഇവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല നമുക്കൊക്കെ പരിചിതമായതുപോലെ മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ മഹദിയായ ഉമ്മു ഹമൈദിൻ സായിദി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക, അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ നിസ്കാരത്തെ നമ്മൾ ആലോചിക്കണം. മസ്ജിദുൻ നബവിയിലാണ്, എത്രയോ 10 മടങ്ങ് പ്രതിഫലം പറയപ്പെട്ട പള്ളിയാണ്. അവിടെ നിസ്കരിക്കാൻ നബി തങ്ങളോട് സമ്മതം ചോദിക്കുക എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഇത് സാധാരണ നിലയിൽ അവിടെ സാർവത്രികമായൊരു കാര്യമല്ല സ്ത്രീകൾ പള്ളിയിലേക്ക് വരിക എന്നത്. അതുകൊണ്ടാണല്ലോ സമ്മതം ചോദിക്കുന്നത്. സാധാരണ നമ്മളാരും ചർച്ച ചെയ്യാറില്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പള്ളിയിൽ പോയതോ, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോകുന്നതോ, അല്ലെങ്കിൽ സ്വഹാബാക്കൾ പള്ളിയിൽ പോകുന്നതോ ചർച്ച ചെയ്യാറില്ല. കാരണം അത് സാർവത്രികമായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു സ്ത്രീ വന്നിങ്ങനെ ചോദിക്കണമെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യം, മുത്തുനബി എന്താണ് പഠിപ്പിച്ചത്, ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത് എന്ന ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ചോദിച്ച സ്ഥിതിക്ക് നബി തങ്ങൾ എന്താ പറയേണ്ടത്? ഏതായാലും വന്നതല്ലേ, ഈ ഒരു റക്അത്ത്, ഈ ഒരു വഖത്ത് നിസ്കാരം എൻ്റെ കൂടെ നിസ്കരിച്ചോ, ഇനി വീട്ടിക്ക് പോയിക്കോന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്തമായി, എൻ്റെ കൂടെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷേ വസ്വലാത്തുക്കി ഫി ബൈത്തിക്കി ഖൈറുൽ ലക്കി മിൻ സ്വലാത്തിക്കി ഫി ഹുജ്റത്തിക്കി എന്ന് പറയുന്നത്, അത് ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ല വീട്ടിലാണ്, വീട്ടിന്റെ ഏറ്റവും അകത്തളത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, അവർ ഫകാനത്ത് തുസല്ലി ഫീഹി ഹത്താ ലഖീത്തില്ല, മരണം വരെ അങ്ങനെയാണ് മഹദിയായ ഉമ്മു ഹമൈദിൻ സായിദി റളിയല്ലാഹു അൻഹ നിസ്കരിച്ചത്. അഥവാ വീടിന്റെ അകത്തളത്ത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയത്ത് നബി തങ്ങളുടെ കാലത്ത് പള്ളിയിലേക്ക് വന്നിരുന്ന ഹദീസുകൾ പലയിടത്തും നമുക്ക് കാണാം. എന്താണ് അതിന്റെ താല്പര്യം? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ട് എന്നത് തന്നെയാണ് താല്പര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിക്കേണ്ടതുണ്ട്, ശറഅ് പഠിക്കേണ്ടതുണ്ട്, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട്. അതുപോലെ നബിതങ്ങൾ അവരുടെ പ്രശ്നപരിഹാരത്തിന്റെ കോടതിയാണ്, ജഡ്ജിയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ട്. അതുകൊണ്ട് അന്ന് സ്ത്രീകൾ പള്ളിയിലേക്ക് വരേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വലം നഅലം, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ത്, മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅത്തൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ, പള്ളിയിലേക്ക് അങ്ങനെ ജുമുഅ ജമാഅത്തുകൾക്ക് വന്നത് എങ്ങനെ അസ്വാജുൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മക്കാനിഹിന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബി അദാഇൽ ഫറായിദ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടവരും നബി തങ്ങൾ അത് കൽപ്പിച്ചിരുന്നതും ഇവരോടായിരുന്നു. പക്ഷെ അവരാരും അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമുള്ള മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇനി സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് അവകാശമുണ്ടോ എന്ന് പറയുന്നത് തന്നെ ഒരു രസമാണ്, അല്ലെങ്കിൽ അതൊരു വൈരുദ്ധ്യമാണ്. അതിനുവേണ്ടി വാദിക്കുന്ന വഹാബികൾ അവരവരുടെ പള്ളികളിൽ അവരെ സ്ത്രീകളെ എങ്ങനെയാണ് പരിഗണിക്കാറുള്ളത്? അവർക്ക് ഒന്നാമത്തെ സൊഫിൽ ഇമാമിന്റെ തൊട്ടു പിന്നിൽ നിൽക്കാനുള്ള അവസരം ഏതായാലും ഇല്ല, ഇമാമ് നിൽക്കാനുള്ള അവസരമില്ല, അതേപോലെ തന്നെ ഖുത്ബ ഓതാനുള്ള അവസരമില്ല. അവർക്ക് ഒരുപക്ഷെ സുന്നി പള്ളികളുടെ സമീപത്തൊക്കെ എന്തുണ്ടാവും, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം ഉണ്ടാവും. അത്ര പോലും സൗകര്യമില്ലാത്ത ചില ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് സ്ത്രീകൾക്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടാകുക. ഒരു കണക്കിന് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കലാണ്. മറിച്ച് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞവരെ വീണ്ടും പള്ളിയിലേക്ക് മാടി വിളിക്കുന്നതിന്റെ പിന്നിൽ മറ്റു പല താല്പര്യങ്ങളുമായിരിക്കാം. ലിബറലിസത്തിന് അടിമപ്പെട്ടത് കൊണ്ടായിരിക്കാം, ഇസ്ലാമിനെ വക്രീകരിക്കാനുള്ള അവരുടെ ഉള്ളിലുള്ള ത്വര കൊണ്ടായിരിക്കാം ഒരിക്കലും പ്രമാണങ്ങൾ അതിന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ചോദ്യം, കഴിഞ്ഞ ദിവസം ചില ആളുകളൊക്കെ വീഡിയോ ചെയ്ത കൂട്ടത്തിൽ കണ്ടിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി മഹാന്മാരായ ഇമാമുമാരുടെ കിതാബുകൾ വെച്ചിട്ട് അവിടെ ഇജ്മാ ഉണ്ടല്ലോ, അവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു പെണ്ണ് വന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹാകും, ആ നിസ്കാരം സാധുവാകും. പക്ഷെ ചെയ്ത പണി ശരിയാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഏതുപോലെ ഒരാള്
മറ്റൊരാളിൽ നിന്ന് തട്ടിപ്പറിച്ചതോ മോഷ്ടിച്ചതോ ആയ വെള്ളം, ആ വെള്ളം തൊഹൂറായ വെള്ളമാണ്, അയാൾ അതിൽ വുളൂഹ് ചെയ്താൽ ആ വുളൂഹ് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റും. ചെയ്ത പണിയോ? അത് ഹറാമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ ആ വുളൂഹ് ശരിയാണ്, അഥവാ ചെയ്ത പണി ശരിയുമല്ല, വുളൂഹ് സ്വഹീഹാകും, അയാൾക്ക് ഇനി നിസ്കരിക്കാൻ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ രൂപത്തിലുള്ള ഇതിനു സമാനമായ ഒരു ചർച്ചയാണ്. അങ്ങനെ ഒരു പെണ്ണൻ വന്ന് നിസ്കരിച്ചാൽ ഇനിയോൾക്ക് വേറെ പോയി നിസ്കരിക്കണോ? അത് വേണ്ട എന്നേ ഫിഖ്ഹിന്റെ കിതാബിൽ ഈ വിഷയമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിലും ഫിഖ്ഹിന്റെ കിതാബുകളൊന്നും കൈകാര്യം ചെയ്യാൻ ഈ സാധുക്കൾക്ക് അറിയൂല. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു പൊട്ട് എവിടെ നിന്നെങ്കിലും കിട്ടുന്നത്, നെറ്റിൽ പരതിയിട്ട് കിട്ടുന്നതൊക്കെ വെച്ചുകൊണ്ട് പരിശുദ്ധ ദീന് പറയുകയാണ്. ഏതായാലും ഇതിൽ മനസ്സിലാക്കേണ്ടത്, ആര് പറഞ്ഞാലും ശരി, ഇത് ആരോ ഉണ്ടാക്കിയതല്ല, ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമമാണ്. അതിനപ്പുറം പോകുന്നത് അപകടകരവുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.